അടിപൊളിയായിട്ട് മക്കൾ എല്ലാവരും എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സോ ഒരു ഇമ്പോർട്ടന്റ് ആയ മാത്സിന്റെ ചോദ്യം നമുക്ക് നോക്കിയാലോ അല്ലെ. ഓരോരുത്തർക്കും കിട്ടിയ രൂപയും നാണയങ്ങളും എഴുതാനാണ് നമ്മളുടെ ചോദ്യം. ഇവിടെ ആരൊക്കെ ഉണ്ട്? നമ്മുടെ കുരങ്ങനുണ്ട്, അതുപോലെ മുയലുണ്ട്, അതുപോലെ നമ്മുടെ കരടിക്കുട്ടനുണ്ട് ഈ ഒരു ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. ഓരോരുത്തർക്കും എത്രയാ കിട്ടിയേ? നമ്മുടെ കുരങ്ങന് കിട്ടിയത് 8 രൂപയാണ്. അങ്ങനെയെങ്കിൽ 8 രൂപയെ നമുക്ക് എന്തൊക്കെയാക്കി മാറ്റണം എന്നറിയോ? നാണയങ്ങളും നോട്ടുകളും ആക്കി മാറ്റി എഴുതണം. മിസ് ഇവിടെ നാണയങ്ങളൊക്കെ വട്ടത്തിലാണ് എഴുതാൻ പോകുന്നത്, അതുപോലെ നോട്ടുകളെയൊക്കെ ഒരു ചതുരത്തിൽ അഥവാ ഒരു റെക്ടാംഗിളിന്റെ ഉള്ളിലാണ് ഒരു നോട്ടിനെ എഴുതാൻ പോകുന്നത്. സോ 8 രൂപ 8 റുപ്പീസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്താൽ മതി? 5 റുപ്പീസ് കോയിനും അതുപോലെ 2 റുപ്പീസ് കോയിനും അതുപോലെ 1 റുപ്പീസ് കോയിനും അല്ലേ. അപ്പൊ എത്രയായി? 5 + 2 5 ഉം 2 ഉം 7 7 ഉം 1 ഉം 10 ആണ് അല്ലേ. നമുക്ക് അങ്ങനെ എന്ത് കിട്ടും? 7 ഉം 2 ഉം 8 ആണ് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടൂടാ? 8 രൂപ എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്തതോ 12 രൂപ 12 റുപ്പീസിന് നമുക്ക് എന്ത് ചെയ്യാം? 10 റുപ്പീസിന്റെ ഒരു നോട്ടും അതുപോലെ 2 റുപ്പീസിന്റെ ഒരു കോയിനും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 12 റുപ്പീസ് കിട്ടുവേ. ഇനി അതുപോലെ 9 രൂപ 5 രൂപയുടെ ഒരു നാണയം, അതുപോലെ 2 രൂപയുടെ നാണയം, വീണ്ടും ഒരു 2 രൂപയുടെ നാണയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 9 കിട്ടും അല്ലേ. 5 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. 7 + 2 എന്ന് പറയുന്നത് 9 ആണ്. സോ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു കോയിൻസിന്റെ ചോദ്യം ചെയ്യാം. സോ ആദ്യത്തെ 8 രൂപേനെ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 5 രൂപയുടെ നാണയം, 2 രൂപയുടെ നാണയം, 1 രൂപയുടെ നാണയം. 5 + 2 7 7 + 1 8 ആണ് അല്ലേ. ഇനി 12 രൂപയുടെയോ 10 രൂപയുടെ ഒരു നോട്ടും അതുപോലെ 2 രൂപയുടെ ഒരു നാണയം എടുത്തു. ഇനിയോ 9 രൂപ കിട്ടണമെങ്കിൽ 5 രൂപയുടെ നാണയം, 2 രൂപയുടെ നാണയം, അതുപോലെ വീണ്ടും ഒരു 2 രൂപയുടെ നാണയമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.